ഹർഷയ്ക്ക് ഇഷ്ടപ്പെട്ട മീനിന്റെ പേരെന്താ? എനിക്ക് അങ്ങനെ മീൻ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, പക്ഷെ കൂടുതൽ ഇഷ്ടം ചിക്കനാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്നറിയാം? അടുത്ത PSC ചോദ്യത്തിന് ചോദിക്കാൻ കഴിയുന്നൊരു ചോദ്യമാണ്. അതെ, അത് എ ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീൻ. അതായത് എനിക്ക് തോന്നുന്നു നെയ്മീനൊക്കെ പോലെയുള്ള വലിയ വില കൂടിയ മീനാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്നാണ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത മീൻ ഏതാണെന്ന് അറിയാമോ? ഞാൻ ഒരു കഥ വായിക്കാം, അതിലെനിക്ക് കൃത്യമായ ഉത്തരം ഉണ്ടെന്നാണ്. പിണറായി വിജയന് സെലക്റ്റീവ് ഫുഡാണ്. ഇത് പറയുന്നത് CPI നേതാവായിട്ടുള്ള ദിവാകരനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. പിണറായി വിജയന് സെലക്റ്റീവ് ഫുഡാണ് ഇഷ്ടം. തിരുവനന്തപുരത്തെ പല പ്രവർത്തകർക്കും പിണറായിയുടെ ഫുഡ് ഹാബിറ്റ് പിടിയില്ല. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ മീനൊന്നും പോരാ, എ ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീൻ വേണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ എവിടെയാണ് ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം പറഞ്ഞിരിക്കുന്നത്? ഇതൊരു അനുഭവ കഥയാണ് കേട്ടോ. കാരണം ഈ പറയുന്ന ദിവാകരനും പിണറായി വിജയനും നമ്മളുടെ സംഭാഷണമാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ എവിടെയാണ് ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതായത് ദിവാകരൻ പറഞ്ഞു, ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലാണ്. പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല. അതായത് പിണറായി വിജയൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആനത്തലവട്ടം ആനന്ദനും VS തമ്മിൽ നല്ല ബന്ധമാണ്. അന്ന് പിണറായി VSന്റെ ശത്രുവായിരിക്കുന്ന സമയത്താണ്. അങ്ങേര് പറഞ്ഞു വേറെ ആരെയും കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കറികളെല്ലാം വിളമ്പി, മീൻ കൊണ്ടുവന്ന് വെച്ചു. വലിയ കഷ്ണമാണ്, വറുത്തതാണ്. ഇതെന്ത് മീനാണ്? എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു. മീൻ ചൂരയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചൂര ഇഷ്ടമല്ല എന്നുള്ളതിന് കാരണം ഇതാണ്. ചൂര ഒന്നിനും കൊള്ളാത്ത മീനാണ്. പിണറായിയോട് ചൂരയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഉണ്ടില്ല, എഴുന്നേറ്റു. AKG സെന്ററിൽ കാണാം, ദിവാകരൻ പോകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാര്യം നോക്കി അങ്ങ് പോയി. സത്യനീശനാണ് അന്ന് ജില്ലാ സെക്രട്ടറി. ഉണ്ണാതെ പോയപ്പോൾ എല്ലാവർക്കും പേടിയായി. സത്യനീശൻ എന്നോട് പറഞ്ഞു, സഖാവെ എന്തെങ്കിലും പറ്റുമോ, നടപടി എടുക്കുമോ? അതൊന്നുമില്ല, ഞാൻ പറയാം, നല്ല മീൻ കിട്ടിയില്ല എന്നൊന്ന് പറഞ്ഞേക്കണം. നാളെ പാറശാലയിലാണ്. അതായത് ഈ പറഞ്ഞ ദിവസത്തിന്റെ പിറ്റേ ദിവസം, അടുത്ത ദിവസം പാറശാലയിലാണ്. നാളെ രാവിലെ പാളയം മാർക്കറ്റിൽ പോയി വലിയ നെയ്മീൻ വാങ്ങി നേരെ പാറശാലയിൽ കൊണ്ടു കൊടുക്കണം. നല്ല കറി വെച്ച് നാളെ കൊടുത്താൽ നാളെ നമുക്ക് പരാതി എല്ലാം തീർക്കാം. സത്യനേശൻ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് പാളയം മാർക്കറ്റിൽ നിൽക്കുകയാണ് മീൻ വാങ്ങാൻ. മീൻ വാങ്ങി കൊണ്ടുപോയി കറി വെച്ചു. പിണറായി വിജയൻ വന്ന് കറികളെല്ലാം നോക്കും. ദിവാകര, ഇന്ന് എങ്ങനെയാണ് മീൻ? നല്ല മീനാണെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ ഇന്ന് നല്ല മീൻ? ഇന്നലെ എന്തുകൊണ്ട് നല്ല മീൻ കിട്ടിയില്ല? ഇന്ന് ഏർപ്പാടുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. സഖാവ് കഴിക്കണം. കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അതായത് ഇനി അടുത്ത ഒരു PSC ക്വസ്റ്റ്യനായി വരാൻ സാധ്യതയുള്ള, നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നെയ്മീനാണ്. അത് വെച്ചുകൊടുത്താൽ അദ്ദേഹത്തിന് സന്തോഷമാകും. അല്ല, എനിക്ക് ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത്, ഈ ചില ജയിൽ പുള്ളികൾ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കളിയാക്കുന്നത് ഈ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ഇന്ന ആൾക്ക് ഇഷ്ടം ഇന്ന കറി. ഇപ്പോൾ ചില നടന്മാരെ, മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇതാണ്, അല്ലെങ്കിൽ ജയിലിൽ അകപ്പെടുന്ന ഒരു പുള്ളി, ആ പുള്ളിക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവരെ രാവിലെ തൊട്ട് കഴിച്ചത് എന്തൊക്കെയാണ് എന്നുള്ള. ഇപ്പം ദിലീപ് ജയിലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ദിലീപ് രാവിലെ ജയിലിൽ ചപ്പാത്തി കഴിച്ചു, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, ചോറിന് ഇന്ന കറികളായിരുന്നു. ഇങ്ങനെ ജയിൽ പുള്ളികളുടെ ഒരു മെനു പറയത്തില്ലേ, അതേപോലെയാണ് എനിക്ക് ഇത് ഹർഷ വായിച്ചപ്പോൾ തോന്നിയത്. ഇപ്പോൾ പിണറായി വിജയൻ സഖാവ് ഒരു പൂക്കിയാണ് എന്ന് നമ്മള് തിരിച്ചറിയുന്നൊരു മൊമെന്റ് ഇതാണ്. നമ്മൾ കാണുന്ന പിണറായി വിജയൻ എന്താണ്, ഭയങ്കര ധാർഷ്ട്യത്തോടെ ഭയങ്കര സീരിയസ് ആയിട്ട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന പിണറായി വിജയൻ. അതിനപ്പുറത്തേക്ക് വേദിയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് കൈ കൊടുത്താൽ അവിടെ പോയി ഇരിക്കുക എന്ന് പറയുന്ന പിണറായി വിജയൻ, അല്ലെങ്കിൽ കടക്ക് പുറത്ത് പറയുന്ന പിണറായി വിജയൻ. അതെ, പിന്നീട് കുലം കുത്തി എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളെ 51 വെട്ടുവെട്ടിയിട്ട് പിന്നീട് അത് ന്യായീകരിച്ചു വരുന്ന പിണറായി വിജയന്റെ മുഖം. അങ്ങനെ അദ്ദേഹത്തിന്റെ അതിശക്തമായിട്ടുള്ള മുഖങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വടിവാളിന്റെ ഇടയിലൂടെ ഇറങ്ങിപ്പോകുന്ന പിണറായി വിജയനെ നമ്മൾ പലപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു പോയി കാണും. എപ്പോഴെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഊരിപ്പിടിച്ച വടിവാളിന്റെ നടുക്കൂടെ നടന്നു പോയിട്ടുള്ള എന്റെ ചരിത്രത്തെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും. ആ വടിവാളിന്റെ ഇടയിലൂടെ ഈ ക്രിക്കറ്റ് കളിയിലൊക്കെ ബാറ്റ്സ്മാൻമാര് റിട്ടയർഡ് ആവുന്ന സമയത്ത് അവര് പോകുമ്പോ ബാക്കിയുള്ളവരെല്ലാം ബാറ്റ് വെച്ചിട്ട് ഇങ്ങനെ അവരൊരു റിട്ടയർമെന്റ് പാർട്ടി കൊടുക്കത്തില്ലേ, അപ്പൊ ഫൈനലില് സെൻഡ് ഓഫ് കൊടുക്കും. അതേപോലെയാണ് പിണറായി വിജയൻ വടിവാളിന്റെ നടുക്കൂടെ നടന്നു പോകുന്ന ചിത്രങ്ങളൊക്കെ ഈ സിനിമാ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഓർമ്മ പോകുന്നത്. അവിടെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ 2 ദിവസമായിട്ടുള്ള എല്ലാവരുടെയും ചർച്ച, പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണ്, അദ്ദേഹത്തിന് വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഏത് മീൻ കൊടുക്കുമെന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പൊ ആൾക്കാർ. സാധാരണ ചിക്കൻ, ബീഫ് അങ്ങനെ എന്തെങ്കിലും ലിസ്റ്റാണ് പൊതുവെ വരാറ്. അപ്പൊ പിണറായി വിജയന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീനാണ്. അപ്പോ മീനിന്റെ വിഭാഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോഴാണ് എമ്മീൻ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെ, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടും. അല്ല, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇതിനെ എതിർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ A ഗ്രേഡ് B ഗ്രേഡ് മീൻ എന്നൊന്നുമില്ല. മീൻ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടായിട്ടുണ്ടാകാം, അതുകൊണ്ട് ചൂര കഴിച്ചില്ല. ചിലപ്പോൾ നെയ്മീൻ ഇഷ്ടമായിരിക്കാം ചിലർക്ക്. ചിക്കൻ ഇഷ്ടമാണ്, ബീഫ് ഇഷ്ടമാണ്.
അങ്ങനെ പലർക്കും പല താല്പര്യങ്ങളാണല്ലോ. മട്ടൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ നെയ്മീനായിരിക്കും ഇഷ്ടം. അതൊക്കെ ഇത്ര ചോദിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ സെലക്ടീവ് ഫുഡ് ആണെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യ നില വെച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പണ്ട് തൊട്ടേ അങ്ങനെ ആയിരിക്കും. തീർച്ചയായും. അപ്പൊ നമുക്കറിയാം മോഹൻലാൽ കഴിക്കുന്ന ഫുഡ്, അതെ, മമ്മൂട്ടി കഴിക്കുന്ന ഭക്ഷണം, അതൊക്കെ ഓരോ റീസൺ ആണ്. വളരെ ശക്തമായിട്ട് നിൽക്കുന്ന നല്ല ഓറയുള്ള ആളുകളൊക്കെ കഴിക്കുന്ന ആഹാരങ്ങളുടെ ലിസ്റ്റുകൾ പലപ്പോഴും പല മാധ്യമങ്ങളും പറയാറുണ്ട്. അപ്പോ പിണറായി വിജയൻ, നമ്മൾ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന സീരിയസ് ആയിട്ടുള്ള പിണറായി വിജയനിൽ നിന്നും പൂക്കിയായിട്ടുള്ള പിണറായി വിജയനെ കാണുമ്പോഴാണ് അദ്ദേഹം ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ, എല്ലാവരെയും പോലെ. എനിക്ക് ചൂര വേണ്ട കേട്ടോ, എനിക്ക് ചൂര വേണ്ട, എനിക്ക് വറുത്ത നെമ്മീൻ മതി. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇഷ്ടമല്ലാത്ത ഭക്ഷണം കാണുമ്പോൾ പിണങ്ങി പോകുന്ന ഒരു കുട്ടിയെ പോലെ, അങ്ങനെയാണ് നമുക്കിത് വായിക്കുമ്പോൾ തോന്നുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ താല്പര്യമില്ലാത്ത ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന, പിണങ്ങി പോകുന്ന. അല്ല, ഇതില് അദ്ദേഹത്തിനെ കളിയാക്കാനോ അല്ലെങ്കിൽ മോശപ്പെടുത്താനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് അത്ര ശക്തനായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹം വരുന്നു, കഴിക്കുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ ആഹാര ശൈലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. നമ്മള് ചില സമയത്തൊക്കെ പറയത്തില്ല, നിനക്ക് ഇഷ്ടം ഇന്ന ഭക്ഷണമാണ്, ഓ ഇതാണോ നിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം, അതുപോലെ ഇതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അധികാരത്തിന്റെ ഈ ഒരു സ്വഭാവ ഗുണത്തിന്റെ രഹസ്യം എന്ന് തോന്നുന്നു. അല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവരുടെ ദിനചര്യ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ദിനചര്യയാണ്. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ ഓരോ ദിവസവും ഷെഡ്യൂൾ ആയിരിക്കും, അദ്ദേഹത്തിന്റെ ഓരോ ടൈമിങ്ങും ഷെഡ്യൂൾ ആയിരിക്കും. അദ്ദേഹം കഴിക്കുന്ന ആഹാരം വരെ ഷെഡ്യൂൾഡായിട്ട് പോകുന്ന ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. അദ്ദേഹം ഏത് ഫുഡ് കഴിക്കണം, ഏത് ഫുഡ് കഴിക്കണ്ട, ഇപ്പോൾ നല്ല മീൻ കഴിക്കണം, നല്ല മീൻ കഴിക്കേണ്ട, അതെല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളാണ്. അവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരുന്നത് സീരിയസ് ആയിട്ടുള്ള പിണറായി വിജയൻ എനിക്ക് ചൂര വേണ്ട, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കത്തില്ല എന്ന് പിണങ്ങി പോകുന്നൊരു സാഹചര്യം. അവിടെയാണ് നമുക്കൊരു അതിലൊരു രസം തോന്നുന്നത്. ചൂരക്കറി ഉണ്ടായതുകൊണ്ട് ചൂരക്കറി ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പിണങ്ങി പോകുന്ന സാഹചര്യം. അവിടെ പിറ്റേ ദിവസം നെമ്മീൻ കൊടുക്കുമ്പോൾ ഇന്നെങ്ങനെയാണ് നല്ല മീൻ വന്നത്? പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഈ പറയുന്ന സത്യനേശൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി ചോദിക്കുന്നുണ്ട്, ഇത് ഇനി പ്രശ്നമാകുമോ, അദ്ദേഹത്തിന് ഭക്ഷണം പിണങ്ങി പോയല്ലോ, ഇനിയിപ്പോ അതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് അദ്ദേഹം ഭയം കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെച്ചേനെ എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയൊന്നും ഈ ഒരു വിഷയത്തിന് മുൻപിൽ ഒന്നും അല്ലെന്ന് തോന്നുന്നു. കാരണം അവരെയൊക്കെ സംരക്ഷിക്കും. പക്ഷെ ഇതുപോലെ ഭക്ഷണത്തിലൊക്കെ കൃത്യമായ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്തില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? അതെ, എനിക്കൊന്ന് ഈ കഥ പറയും സിനിമയില്ലേ, അതില് കഥ പറയുമ്പോൾ അതിനകത്ത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ, മമ്മൂട്ടി നടനാണല്ലോ, അപ്പൊ അദ്ദേഹം സീനിൽ തന്നെ കാണിക്കും അദ്ദേഹത്തിന് ഇന്ന മീൻ വേണം, അദ്ദേഹത്തിന് മീൻ പിടിക്കാൻ വേണ്ടി ആളുകളൊക്കെ പോകുന്നതും നല്ല മീൻ കിട്ടാത്തത് കൊണ്ട് മീൻ കൊണ്ടുവന്ന ആളുടെ ചെവുകുറ്റിക്ക് അടിച്ചു എന്ന് പറയുന്ന അങ്ങനെ രസകരമായിട്ടുള്ള കഥാപാത്രം മമ്മൂട്ടി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ സീരിയസ് ആയിട്ടുള്ള മമ്മൂട്ടിയെ നമ്മൾ അതിനകത്ത് കാണും. ഇപ്പോ മീനിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന മമ്മൂട്ടി, മീൻ കിട്ടാത്തതുകൊണ്ട് ചെവുകുറ്റിക്ക് അടിക്കുന്ന മമ്മൂട്ടി. അപ്പോൾ അതേപോലെയാണ് നമ്മൾ പിണറായി വിജയനെയും കാണുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള പിണറായി വിജയൻ, എല്ലാവരും എതിർത്ത് പറയാൻ പേടിക്കുന്ന പിണറായി വിജയൻ ഒരു നെമ്മീൻ കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷവാനാവും, ഹാപ്പിയാവും. എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഒരു നെമ്മീൻ കൊടുത്താൽ മതി, എല്ലാം കോംപ്രമൈസ് ആക്കാം.